അസ്സലാമു അലൈക്കും. എജു ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു പഠന റൂം തയ്യാറാക്കാം. ഇന്ന് ഇപ്പോൾ ഓൺലൈനിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലൊക്കെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പഠന റൂം, പഠിക്കുന്ന റൂം കുട്ടികൾക്ക് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെറും അലങ്കാരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഡെക്കറേഷനുകൾ കൊണ്ടോ അല്ലെങ്കിൽ വീടിൻ്റെയും മറ്റ് ചുമരുകളുടെയും പ്രൗഢമായ ഭംഗി കൊണ്ടോ മാത്രം പഠന റൂം അത് 100% പെർഫെക്റ്റ് ആകില്ല. അതിൻ്റെ ശാസ്ത്രീയമായ രീതിയും നമുക്ക് എന്ത് ചെയ്യണം, അത് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സജ്ജീകരിച്ച ചില പഠന റൂമുകൾ നമുക്കൊന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ഓൺലൈനിലാണല്ലോ ക്ലാസ്സുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് റേഞ്ചാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും റേഞ്ചുള്ള സ്ഥലം ആദ്യം നമ്മൾ കണ്ടെത്തുക. നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മ് ഏറ്റവും റേഞ്ചുള്ള സ്ഥലം എവിടെയാണോ അവിടെ നമ്മൾ ഒരു ഇടം കണ്ടെത്തുക. അത് റൂമിലാകാം, ചിലപ്പോൾ ടെറസിൻ്റെ മുകളിലാകാം, ചിലപ്പോൾ മുന്നിലാവാം അല്ലേ, നമ്മളെ സിറ്റ് ഔട്ടിലാവാം, ഏത് റൂമിലാവാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം ആദ്യമായി നമ്മൾ കണ്ടെത്തേണ്ടത് അതാണ്. അപ്പം വൈഫൈ ഉള്ളവരുണ്ടാവും വീട്ടിൽ, അല്ലെങ്കിൽ മോഡം സൗകര്യമുള്ളവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല, അവർക്ക് വീട്ടിൽ നല്ലൊരു റൂം തന്നെ അവർക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നല്ല വേണം, റേഞ്ചുള്ള ഒരു സ്ഥലം വേണം. ഇനി രണ്ടാമത്തെ കാര്യം, പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, അതായത് നമ്മളെ വീട്ടിലേക്ക് കുട്ടികൾക്ക് ശുദ്ധമായ വായു സഞ്ചാരമുള്ള റൂമായിരിക്കണം. അടുക്കളയിൽ നിന്നും ഇങ്ങനെ പുക വരുന്ന റൂമാണെങ്കിൽ അത് കുട്ടികളുടെ പഠനത്തിനെ ബാധിക്കും. അല്ലെങ്കിൽ ദുർഗന്ധമുള്ള അല്ലേ, ബാത്റൂമിൻ്റെ അടുത്ത് നിന്ന് ദുർഗന്ധം വരുന്ന ആ രൂപത്തിലുള്ള റൂമാണെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നല്ല ശുദ്ധവായു കടന്നു വരാനും അതുപോലെ റൂമിലുള്ള അശുദ്ധവായു പുറത്തേക്ക് പോകാനും പറ്റുന്ന രീതിയിലുള്ള റൂം നാം തന്നെ നമ്മളെ വീട്ടിൽ കണ്ടെത്തുക, എന്നിട്ട് അത് സജ്ജീകരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നല്ല വെളിച്ചമാണ്. വായു മാത്രം പോരാ, സൂര്യപ്രകാശവും അല്ലേ, അതും നമ്മുടെ ഊർജത്തിൻ്റെ ഒരു സ്രോതസ്സാണല്ലോ. അപ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം, ജനലുകളൊക്കെ തുറന്നാൽ അല്ലേ, അകത്തേക്ക് വെയിലൊന്നും വരാത്ത രൂപത്തിൽ വെളിച്ചം കിട്ടുന്ന നല്ലൊരു സ്ഥലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സജ്ജീകരിച്ച് കൊടുക്കണം. ഇതാണ് നമ്മൾ പ്രധാനമായും ഒന്നാമതായി ചെയ്ത് കൊടുക്കേണ്ട കാര്യം. ഇനിയാണ് രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കുട്ടി ഈ 3 രൂപത്തിലുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, കുട്ടിക്ക് പഠിക്കാൻ ഒരു വൃത്തിയുള്ള അന്തരീക്ഷമുള്ള റൂമായിരിക്കണം. വൃത്തിഹീനമായ രൂപത്തിലുള്ള റൂമായി കഴിഞ്ഞാൽ അത് കുട്ടിയുടെ പഠനത്തിന് ബാധിക്കും. അപ്പോൾ ആദ്യം നമ്മളെ വീട്ടിൽ നല്ല വൃത്തിയില്ലെങ്കിൽ നമ്മൾ വൃത്തിയാക്കി കൊടുക്കുക. അത് വെറും കാഴ്ചയിലുള്ള വൃത്തിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, കാഴ്ചയിലും വൃത്തി വേണം, അതോടൊപ്പം അണുവിമുക്തമാക്കിയ റൂമായിരിക്കണം. അതായത് കുട്ടിക്ക് ദിവസവും കുട്ടി പഠിക്കുന്ന റൂമാണ്, അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ ഡിറ്റർജൻറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് അണുവിമുക്തമാക്കിയ റൂം എന്ത് ചെയ്യണം, കുട്ടിക്ക് തയ്യാറാക്കി എടുക്കണം. ആകെ അലങ്കോലമായി കിടക്കുന്ന റൂമാണെങ്കിൽ അത് കുട്ടിയെ പഠനത്തിന് ബാധിക്കും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തി തന്നെയാണ്. വീടുകളിലൊക്കെ നല്ല വൃത്തിയുള്ള, കുട്ടികളുടെ ശ്രദ്ധകൾ തെറ്റിപ്പോവാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള റൂമായിരിക്കണം നമ്മൾ സജ്ജീകരിക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടിയുടെ ശ്രദ്ധ, അത് പ്രധാനമായൊരു പോയിൻ്റാണ്. കുട്ടിയുടെ ശ്രദ്ധ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. അതായത് ഇവിടെ ക്ലാസ് റൂം കാണുന്നതാണ്, ജനൽ തുറന്നു കഴിഞ്ഞാൽ നേരെ അപ്പുറം കാണുന്നത് നല്ല വാഹനം പോകുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് നല്ല കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ മറ്റ് കുട്ടിയുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നതെങ്കിൽ അതും കുട്ടിയെ പഠനത്തിന് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാത്തൊരു റൂമായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്ന രൂപത്തിൽ ആയിരിക്കണം എന്ത് ചെയ്യണം, കുട്ടിയെ റൂം സജ്ജീകരിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് നേരെ പഠന റൂമിലേക്ക് ചെല്ലാം. അവിടെ എന്തൊക്കെയാണ് കുട്ടിക്ക് വെച്ച് കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ ആദ്യം വേണ്ടത് നല്ല
വൃത്തിയുള്ള റൂം. ഞാൻ പറഞ്ഞു ചുമരുകളൊക്കെ നല്ല വൃത്തിയുള്ള ചുമരായിരിക്കണം. അതോടൊപ്പം കുട്ടിക്ക് പഠിക്കാൻ കുട്ടിയുടെ വലുപ്പത്തിന് അനുയോജ്യമായൊരു ടേബിള്, ഒരു ചെയർ അല്ലെങ്കിൽ സ്റ്റൂളോ അല്ലെങ്കിൽ ബെഞ്ചോ എന്താ നിങ്ങളുടെ സൗകര്യം അത് ചെയ്യാം. എന്തായാലും കുട്ടി നിവർന്നിരിക്കണം. കുട്ടി നട്ടെല്ല് നിവർന്ന് തറയിൽ കാല് വെച്ച രൂപത്തിൽ, ആ രൂപത്തിൽ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു രീതിയിലായിരിക്കണം. അല്ലാതെ നല്ല ചാരി കസേര ആയിട്ടോ അല്ലെങ്കിൽ ബെഡിൽ മലർന്ന് കിടന്നിട്ട്, അങ്ങനെയൊക്കെ ഓൺലൈൻ ക്ലാസ് കാണുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ബെഡിലൊക്കെ മലർന്ന് കിടന്നിട്ട് അതുപോലെ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഓൺലൈൻ പുതപ്പ് പൊതിച്ചിട്ട് ഞാൻ ക്ലാസ്സിലുണ്ട് ഹാജർ പറഞ്ഞ കുട്ടികളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ കണ്ടിട്ടുണ്ട്. ഇക്കൊല്ലം നല്ല കുട്ടികളായിരിക്കും. അപ്പോൾ അങ്ങനെ രൂപത്തിലൊന്നും നിങ്ങൾ ക്ലാസ് കാണാൻ പാടില്ല. പിന്നെ എന്തായിരിക്കണം, നല്ല വൃത്തിയുള്ള റൂം, നല്ല ടേബിള്, ആ ടേബിളിന് അനുയോജ്യമായൊരു ചെയർ, ആ ചെയറിൽ നിവർന്നിരുന്ന് അവിടേക്ക് വെളിച്ചവും വായും കിട്ടുന്ന രൂപത്തിലായിരിക്കണം നിങ്ങളുടെ പഠന റൂം തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത് പറഞ്ഞു. ഇനി അടുത്ത കാര്യം, ആ ടേബിളിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് നല്ല അന്തരീക്ഷമായി, നല്ല വെളിച്ചമായി, റൂമായി, ടേബിളായി, ചെയറായി. ഇനി ആ ടേബിളിൻ്റെ മുകളിൽ എന്തൊക്കെ നമ്മൾക്ക് പഠിക്കുമ്പോൾ പഠന റൂം തയ്യാറാക്കുമ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ പഠിക്കുന്ന ആദ്യം വേണ്ടത് മൊബൈൽ വെക്കാൻ അല്ലേ. ഓൺലൈൻ സൂം ക്ലാസ് ആണല്ലോ നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പം മുൻപിൽ എന്ത് ചെയ്യണം, സൂം ക്ലാസ്സോ ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ മറ്റ് പുതിയ ടെക്നോളജികളൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മളെ മുമ്പിൽ എന്ത് ചെയ്യണം, ഫോൺ വെക്കണം. അപ്പോൾ ഫോൺ ഇങ്ങനെ ചില കുട്ടികളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോൺ ഇങ്ങനെ വെക്കും, പെട്ടെന്നിട്ട് ആകാശം കാണും, പിന്നെയും ഫോൺ ഇങ്ങനെ കുട്ടീൻ്റെ മുഖം കാണും, പിന്നെയും ആകാശം കാണും, അല്ലെങ്കിൽ റൂമിൻ്റെ ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് കാണും. അപ്പോൾ എന്താ സംഭവം, കുട്ടി സാരി വെക്കും, അതുകൊണ്ട് വെക്കും, അപ്പോൾ പോകും. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ അതൊരു 50 രൂപ ചിലവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാം എങ്ങനെ മൊബൈലിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാം അല്ലേ. അങ്ങനെയൊക്കെ അതുപോലെ പെന്നുകൾ കിട്ടും, മൊബൈൽ വെക്കുന്ന പെന്നുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ രൂപത്തിൽ, വീഴാത്ത നല്ല രൂപത്തിൽ സെറ്റ് ചെയ്യാൻ രൂപത്തിൽ ഒരു മൊബൈൽ സ്റ്റാൻഡ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് അതെന്ത് ചെയ്യുക, മേശമേൽ തയ്യാറാക്കി വെക്കുക. പിന്നെ വേണ്ടത് നമ്മൾ പഠിക്കുന്ന അല്ലേ, സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ ബാഗ് ഉണ്ടാവുമല്ലോ അല്ലേ, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ ആ മേശയിൻ്റെ അടുത്തുണ്ടായിരിക്കണം. നമ്മൾ ഏത് വിഷയമാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ് നടക്കുന്നത് ആ ഒരു ക്ലാസ്സിൻ്റെ വിഷയം പ്രത്യേകമായിട്ട് മുന്നിലേക്ക് എടുത്തു വെക്കുകയും അതുപോലെ സൈഡിലായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പേന, പെൻസില് അല്ലേ, അതുപോലെ റഫ് ബുക്കുകൾ, A4 ഇങ്ങനെ പഠനത്തിന് അനുയോജ്യമായ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പം ക്ലാസ്സിൻ്റെ ഇടയിൽ പോയി എഴുന്നേറ്റ് പോയിട്ട് അവിടെ പോയി എടുത്തുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ എടുക്കാൻ പറഞ്ഞാൽ എല്ലാവരും പേൻ എടുക്കുന്ന ക്ലാസ്സിൽ നിന്നും അധ്യാപകർ പറയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് മുന്നിൽ തന്നെ പേൻ എടുക്കുന്ന ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുപോലെ മറ്റ് നമ്മുടെ ടേബിളിൻ്റെ അടിയിൽ തന്നെ ഷെൽഫുകൾ ഉണ്ടെങ്കിൽ മറ്റ് പുസ്തകങ്ങളൊക്കെ ആ ഷെൽഫിലേക്ക് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന പുസ്തകം മാത്രം മുന്നിലോട്ട് എടുത്ത് വെക്കുക, പേനകളൊക്കെ മുന്നിൽ വെക്കുക. അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് കുറേ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പം ഒരു മുഷിപ്പ് വരും, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരും, കുറേ എഴുതുമ്പോൾ ഹോംവർക്ക് ചെയ്യുമ്പോഴൊക്കെ ക്ഷീണം വരും. അപ്പോൾ മുമ്പിലൊരു കുപ്പി നല്ല ശുദ്ധമായ വെള്ളം ഒരു ഗ്ലാസ് കൊണ്ടുവെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നല്ല രൂപത്തിൽ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ അത് ഒരുവിധം അല്ലേ നമുക്ക് ഏറ്റവും മാക്സിമം നമുക്ക് ഓൺലൈൻ ക്ലാസ് കേട്ടിട്ട് നല്ല രൂപത്തിൽ പഠിക്കാൻ നമുക്ക് സാധിക്കും, തീർച്ചയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് പഠനത്തിലേക്കുള്ള താല്പര്യവും ബുദ്ധിയും അതുപോലെ ഓർമ്മശക്തിയും ചിന്തയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു രൂപത്തിൽ എവിടെന്നെങ്കിലും രൂപത്തിൽ അടുക്കളയിൽ നിന്നോ അങ്ങനെയൊക്കെ രൂപത്തിൽ പെട്ടെന്ന് ക്ലാസ് വന്നു, മോനെ ക്ലാസ് തുടങ്ങിയിട്ടോ, വേഗം ഓടിവാ ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കുട്ടി കളിക്കായിരിക്കും. ആ രൂപത്തിൽ അലങ്കോലമായ ഡ്രസ്സ്, ചളി, ഈ രൂപത്തിലേക്കാണ് വന്ന് വേർത്ത് കുളിച്ചിട്ട് ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരിക്കലും അതൊരിക്കലും ഉപകാരപ്പെടുന്ന ക്ലാസ്സല്ല. ആ കുട്ടിക്കത് പ്രയോജനപ്പെടില്ല. കാരണം കുട്ടിയുടെ മെൻറ്റാലിറ്റി, ചിന്തയൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല. നമ്മൾ ഏറ്റവും വേണ്ടത് എന്താണ്, നമുക്കൊരു ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ കുട്ടിയെ തയ്യാറാക്കി വെക്കുക എന്നുള്ളത്. സമയമുണ്ടാവുമല്ലോ ഒരു ക്ലാസ്സിന്, അതിനു മുമ്പ് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യുക, തയ്യാറാക്കി വെക്കുക. സമയം അതിനുമുമ്പ് തന്നെ കുട്ടിയെ റെഡിയാക്കി വെക്കുക. ഇന്ന സമയത്താണ് മോനെ ക്ലാസ് തുടങ്ങുന്നത്, അതുകൊണ്ട് നമുക്ക് അതിനു മുമ്പ് തന്നെ കുളിച്ച് വൃത്തിയായി നല്ല ഫ്രഷായി ഡ്രസ്സ് ധരിക്കുക, അതുപോലെ തലയിൽ തൊപ്പി ധരിക്കുക. നമ്മൾ എങ്ങനെയാണോ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുക. നബിയുടെ സുന്നത്തൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സുഗന്ധം ഉപയോഗിക്കണം എന്നല്ലേ, സുഗന്ധം ഉപയോഗിച്ചാൽ നമ്മുടെ ബുദ്ധി വർദ്ധിക്കുമെന്ന്.
അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, വേണമെങ്കിൽ സുഗന്ധം നമുക്ക് ഉപയോഗിച്ച് റൂമൊക്കെ നല്ല ഉള്ളൊരു അന്തരീക്ഷമാക്കി തീർക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ക്ലാസ് കേൾക്കുമ്പോൾ ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നല്ല ഒരു സന്തോഷം ആ കുട്ടിക്ക് ഉണ്ടാകും. ആ കുട്ടി നല്ല പഠനത്തിൽ വളരെ ഉഷാറായിട്ട് മുന്നേറും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുട്ടിയുടെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് അപ്പുറം റൂമിൽ നിന്ന് ടി വിയുടെ ശബ്ദമോ അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് മറ്റ് ശബ്ദങ്ങളോ കേൾക്കാൻ പാടില്ല. കുട്ടിയുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം എന്നുള്ള കുട്ടിക്ക് ശ്രദ്ധ കൂടി വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുട്ടി വിചാരിക്കും ഇനി ക്ലാസ് മതി, നമുക്ക് ബാക്കി ഗെയിം കളിക്കാം. അപ്പോൾ അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇക്കാക്ക കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കരുത്. കുട്ടി മനസ്സിലാക്കണം, എൻ്റെ ക്ലാസ് ഇവിടെ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന സമയത്ത് എൻ്റെ രക്ഷിതാക്കളും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്, അവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു മെൻറ്റാലിറ്റി കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മൾ വേറെ അവിടെ അപ്പുറത്തുനിന്ന് വേറെ ടി വിയിൽ നിന്നും ഫോണിൽ നിന്നും മറ്റ് കാര്യങ്ങൾ തന്നെ കാണുകയും ചെയ്യുക, അത് കുട്ടി വന്ന് കേൾക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരിക്കലും ഈ ക്ലാസ് പ്രയോജനപ്പെടില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. എല്ലാവരും നല്ല ഉഷാറായിട്ട് സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.